ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോർ വണ്ടിയുടെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ വണ്ടിയിലെ ടൂൾ കിറ്റിലെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. വണ്ടി കുറേ നാളൊക്കെ ഓടിക്കഴിഞ്ഞ് ചെയിൻ ലൂസാകുന്ന സമയങ്ങളിൽ ചെയിൻ സൗണ്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓവറായി ചെയിൻ ലൂസായതിനു ശേഷം നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ വണ്ടി ഓടുകയാണെങ്കിൽ ചെയിൻ അടി വരുന്നത് മൂലം ചെയിനും ചെയിൻ സ്പ്രോക്കറ്റും ഒരേപോലെ കംപ്ലൈന്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ വണ്ടിയിൽ പ്രത്യേകം കെയർ കൊടുക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ് ചെയിൻ. 25 to 30 mm എന്ന നിലയിൽ ചെയിൻ്റെ ഫ്രീ പ്ലേ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. മീറ്റിയർ വണ്ടിയുടെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന 4 ടൂൾസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ടൂൾസ് നിങ്ങളുടെ വണ്ടിയുടെ ടൂൾ കിറ്റിനുള്ളിൽ ലഭ്യമാണ്. ഇനി ഈ ടൂൾസിൻ്റെ പേരുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഫസ്റ്റ് ഇരിക്കുന്നത് 6 mm അലങ്കി ടൂളാണ്. മൂന്നാമതിരിക്കുന്ന ഈ ടൂളാണ് 24 mm കോമ്പിനേഷൻ റിംഗ് സ്പാനർ. നാലാമതായി ഈ കാണുന്ന ടൂളാണ് എക്സ്റ്റൻഷൻ ട്യൂബ്. അടുത്തതായി രണ്ടാമതായി ഈ കാണുന്ന ടൂളാണ് നമ്മുടെ സാധാ സ്ക്രൂ ഡ്രൈവർ. ഇത്രയും ടൂളുകളാണ് നമ്മുടെ മീറ്റിയർ വണ്ടിയുടെ ചെയിൻ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഫോട്ടോസ് യൂസ് ചെയ്ത് മാത്രമായിരിക്കും ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഇതിന്റെ ഒറിജിനൽ വീഡിയോ റോയൽ എൻഫീൽഡിന്റെ തന്നെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ റോയൽ എൻഫീൽഡ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ രൂപത്തിൽ തന്നെ കാണണമെന്നുള്ളവർക്ക് റോയൽ എൻഫീൽഡിന്റെ യൂട്യൂബ് ചാനലിൽ നേരിട്ട് പോയി കാണാവുന്നതാണ്. മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മീറ്റിയോർ വണ്ടിയുടെ ലൂസായ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ട്യൂബുമായിട്ട് ഈ കാണുന്ന 24 mm കോമ്പിനേഷൻ സ്പാനർ കണക്ട് ചെയ്യേണ്ടതാണ്. ഈ കാണുന്നത് പോലെ സ്പാനർ എക്സ്റ്റൻഷൻ ട്യൂബുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വീൽ ആക്സിന്റെ ഈ കാണുന്ന ഹോളിലേക്ക് സ്ക്രൂ ഡ്രൈവർ കയറ്റി കറങ്ങാതെ പിടിക്കേണ്ടതാണ്. നമ്മൾ 24ന്റെ വീൽ നട്ട് ലൂസ് ചെയ്യുന്ന സമയത്ത് വീൽ ആക്സിൽ മൊത്തമായി കറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് പിടിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോമ്പിനേഷൻ സ്പാനർ ഉപയോഗിച്ച് 24ന്റെ വീൽ ആക്സിൽ നെറ്റ് ലൂസ് ചെയ്യേണ്ടതാണ്. ഇതിൽ കാണുന്നത് പോലെ തന്നെ സ്പാനർ ഉപയോഗിച്ച് നെറ്റ് ലെഫ്റ്റിലേക്ക് തിരിച്ചാണ് ലൂസ് ചെയ്യേണ്ടത്. 24ന്റെ നെറ്റ് ഒന്ന് ലൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ചെയിൻ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരിക്കലും മൊത്തമായി ഊരിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് കഴിഞ്ഞ് നിങ്ങളുടെ വണ്ടിയുടെ ഇടതുവശത്തായിട്ട് ഈ കാണുന്ന ചെയിൻ അഡ്ജസ്റ്റർ അലങ്കി ടൂൾ ഉപയോഗിച്ച് ലെഫ്റ്റിലേക്ക് തിരിച്ച് ഈ കാണുന്നത് പോലെ ലൂസ് ചെയ്യാവുന്നതാണ്. റോയൽ എൻഫീൽഡിന്റെ മറ്റ് ഡിസ്ക് വരുന്ന വണ്ടികളിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു അലങ്കി സ്ക്രൂവിന്റെ സ്ഥാനത്ത് അവിടെ വരുന്നത് 12 mm 2 ലോക്കിംഗ് നെറ്റുകളാണ്. ലെഫ്റ്റ് സൈഡിലുള്ള അലങ്കി സ്ക്രൂ ലൂസ് ആക്കിയതിനു ശേഷം വലതുവശത്തെ ചെയിൻ അഡ്ജസ്റ്ററും അതേപോലെ തന്നെ കുറച്ച് ലൂസ് ചെയ്യേണ്ടതാണ്. ഈ 2 ചെയിൻ അഡ്ജസ്റ്ററും ആദ്യഘട്ടത്തിൽ ലൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ലൂസ് ചെയ്ത ലെഫ്റ്റ് സൈഡിലെ ചെയിൻ അഡ്ജസ്റ്റർ പയ്യെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെയിൻ്റെ പ്ലേ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെയിൻ്റെ പ്ലേ ഏകദേശം കറക്റ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതേ അളവിൽ തന്നെ വലതുവശത്തെ ചെയിൻ അഡ്ജസ്റ്റർ കൂടി ടൈറ്റ് ചെയ്യേണ്ടതാണ്. 2 സൈഡും ഒരേ അളവിൽ തന്നെ ടൈറ്റ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചെയിൻ്റെ പ്ലേ ഈ കാണുന്നത് പോലെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ടയർ ഒന്ന് കറക്കി ചെയിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കോമ്പിനേഷൻ ടൂളിൽ കൊടുത്തിരിക്കുന്ന അളവ് വെച്ച് തന്നെ നമുക്ക് മെഷർമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 25 to 30 mm എന്ന അളവിലാണ് ചെയിൻ്റെ ഫ്രീ പ്ലേ വരേണ്ടത്. അത് കഴിഞ്ഞ് ഈ കാണുന്ന ലെവലിംഗ് പോയിന്റുകൾ 2 വശത്തും ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ചിരുന്ന 24ന്റെ നെറ്റ് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 24ന്റെ നെറ്റ് മുഴുവനായിട്ട് തന്നെ തിരിച്ച് ടൈറ്റ് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ചെയിൻ അഡ്ജസ്റ്റർ അലങ്കി ടൂൾ ഉപയോഗിച്ച് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 2 വശങ്ങളിലെയും അഡ്ജസ്റ്റർ ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിലിട്ട് ഒന്ന് റൈസ് ചെയ്ത് നോക്കേണ്ടതാണ്. ചെയിൻ സൈഡിൽ നിന്നും സൗണ്ട് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.